ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബൺ മേക്കിംഗ് വീഡിയോ ആണ്. ബൺ മെറ്റീരിയലും നമ്മളുടെ കയ്യിലൊരു സിസേഴ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ജോലിയാണ്. ഒരു സിസേഴ്സ് എടുക്കുക, നമ്മളുടെ ബൺ മെറ്റീരിയൽ കട്ട് ചെയ്യുക, അതിനുശേഷം അത് തിരിച്ചിടുക. എവിടെയെങ്കിലും നൂലോ എന്തെങ്കിലും പൊങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. കഴിഞ്ഞു. ഇതിൻ്റെ ചെറിയ സൈസാണിത്. ഇതും ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക. അതിനുശേഷം അതൊന്ന് തിരിച്ചിടുക. എന്നിട്ട് വിരൽ കൊണ്ട് തന്നെ ഇതൊന്ന് റോളാക്കുക. അപ്പോഴത്തേക്കും നമ്മളുടെ ബൺ മെറ്റീരിയലിലെ പരിപാടി കഴിഞ്ഞു. പിന്നെ ബണ്ണായി കഴിഞ്ഞു. അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ പല സൈസിലുള്ളതും പല കളറിലുള്ള ബൺ മെറ്റീരിയലും നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ കോൺടാക്റ്റ് ചെയ്യണം. ഇത് സാധാരണ എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്നതാണ്. അതുകൊണ്ട് വലിയ സെയിലൊന്നും നടക്കുന്നുണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാലും അത്യാവശ്യം രീതിയിൽ നല്ല രീതിയിൽ തന്നെ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആവശ്യമുള്ളത് കൂടുതലും സ്കൂൾ കുട്ടികൾക്കൊക്കെയാണ്. ഇതേ തരത്തിലുള്ള ചെറിയ ബണ്ണുകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കണം. ഇതിൻ്റെ പല കളറുണ്ട്. നമ്മുടെ കയ്യിലുള്ള കളർ മെറ്റീരിയലെല്ലാം ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഇത് പാക്ക് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം. പാക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ വളരെ എളുപ്പമാണ്. നമ്മളത് കവറിലേക്ക് വെക്കുകയാണ്. ഈ കറുപ്പ് കളറൊക്കെ കൂടുതലായിട്ട് സെയിലാവുന്ന ഒരു കളറാണ്. കറുപ്പൊക്കെ കൂടുതലും കുട്ടികൾക്ക് ആവശ്യമുള്ളതാണ്. അത് കളറും അതുപോലെ തന്നെ ആവശ്യമുണ്ട്, നന്നായിട്ട് സെയിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതേപോലെ ബൺ മെറ്റീരിയൽ ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. അതിനും ഒരു കത്രികയുടെ ആവശ്യം മാത്രമേ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ഇത് പാക്ക് ചെയ്യുകയാണ്. ഒരു കവറിലേക്ക് 4 വീതമാണ് വെക്കുന്നത്. അത് ചെറിയ ടൈപ്പാണ് 4 വരുന്നത്. വലിയ ടൈപ്പാണെങ്കിൽ 2 ബണ്ണുകളാണ് അതിലേക്ക് വരുന്നത്. ഇത് നമ്മൾ പാക്ക് ചെയ്യുക. ഇത് നമുക്ക് ഒട്ടിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇത് ഒട്ടിരിക്കും. ഇത്രയാണുള്ളത്. താങ്ക് യു.